ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജംഗ്ഷൻ ഡയോഡ്സ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സീരീസ് പാരലൊക്കെ നമ്മൾ നോക്കി കോൺഫിഗറേഷൻ, അതിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ ജംഗ്ഷൻ ഡയോഡുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ജംഗ്ഷൻ ഡയോഡുകളുടെ കഴിഞ്ഞിട്ട് നമുക്ക് അവലാഞ്ച്, സെനർ ബ്രേക്ക് ഡൗണുകൾ മുതലായ പിന്നെ അങ്ങോട്ടേക്ക് അങ്ങനെ ഡിവൈസുകൾ 2-3 ഡിവൈസുകൾ നോക്കും. ടണൽ ഡയോഡ് എന്താണ്, സെനറിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, ഇതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, BJT, മോസ്ഫെറ്റ് മുതലായ വരുന്നത്. അപ്പോൾ ഈ സെക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കറിയാം, നമ്മൾ ഡയോഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇറ്റ് ഡിനോട്ട്സ് എ 2 ഇലക്ട്രോൺ ഡിവൈസ്. ഒരു സെമി കണ്ടക്ടർ ആയിരുന്നു പറഞ്ഞാൽ സിംപ്ലി PN ജംഗ്ഷൻ ആണ്. 2 ടെർമിനൽ 2 സൈഡിലേക്ക് കണക്ട് ചെയ്യും അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. PN ജംഗ്ഷൻ ഈസ് ഓൾസോ കോൾഡ് ആസ് എ ക്രിസ്റ്റൽ ഡയോഡ് എന്ന് വിളിക്കാറുണ്ട്. കാരണം PN ജംഗ്ഷൻ ഈസ് ഗ്രോൺ ഔട്ട് ഓഫ് ദ ക്രിസ്റ്റൽ. ഓക്കെ, ക്രിസ്റ്റൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ PN ജംഗ്ഷൻ എന്ത് ചെയ്യുന്നത്, ഗ്രോൺ ഔട്ട് ചെയ്യുന്നത്. ഡയോഡ് എങ്ങനത്തെയാണ്, യൂണി ഡയറക്ഷണൽ ഡിവൈസ് ആണ്. മേജർ ആപ്ലിക്കേഷൻ എന്താണ്, റെക്ടിഫിക്കേഷൻ ആണ്. ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞു പോവേ വേണ്ടു. ഓക്കെ, ജസ്റ്റ് എല്ലാ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സെമി കണ്ടക്ടർ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഉണ്ടാവും, സിലിക്കൺ ഉണ്ടാവും അല്ലെങ്കിൽ ജർമാനിയം ഉണ്ടാവും. സിലിക്കൻ്റെ പ്രത്യേകതകൾ ഓർമ്മിച്ച് വെച്ചോളൂ. അതാണ് ഈ സ്ലൈഡിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഈ സിലിക്കൺ ഡയോൺസ് ആർ ഹാവിങ് ഹയർ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് and your current ratings and it is having wider temperature ranges than your germanium. Higher peak inverse voltage ഉണ്ട്, അതുപോലെ തന്നെ ഹയർ കറണ്ട് റേറ്റിംഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ വൈഡർ ടെമ്പറേച്ചർ റേഞ്ചസ് ആണ് വെൻ കമ്പയർഡ് ടു യുവർ ജർമാനിയം ഡയോഡ്. അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ആനോഡ് കാഥോഡ് അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്കറിയാം എന്തായാലും പി സൈഡിലേക്ക് നമ്മൾ പി സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ നമ്മൾ ആനോഡൊന്നും എൻ സൈഡ് കാഥോഡെന്നൊക്കെ വിളിക്കുന്നു. അതിൽ പോസിറ്റീവ് ടെർമിനൽ കൊടുത്താൽ നമുക്ക് ഫോർവേഡ് ബയസ്, അപ്പുറത്ത് നെഗറ്റീവ് ബയസ് കിട്ടുന്നത് അല്ലേ. നെഗറ്റീവ് സൈഡിലേക്ക് നമ്മൾ നെഗറ്റീവ് ടെർമിനൽ കൊടുത്താൽ എന്തോ ഫോർവേഡ് ബയസ്ഡ് ആവും. തിരിച്ചായാലും എന്താ റിവേഴ്സ് ബയസാണ്. നമ്മളതൊക്കെ കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് അറിയാവുന്ന കാര്യമാണ്, അതൊക്കെ വിട്ടു പോവാം. നെക്സ്റ്റ് അവലാഞ്ച് ആൻഡ് സെനർ ഡയോഡ് എന്താണെന്ന് നോക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. വേണമെങ്കിൽ ഓർഡിനറി PN ജംഗ്ഷൻ ഈസ് റിവേഴ്സ് ബയാസ്ഡ്. സാധാ PN ജംഗ്ഷൻ റിവേഴ്സ് ബയസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി വെൻലി വെരി സ്മോൾ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഫ്ലോസ് അല്ലേ. IS വളരെ സ്മോൾ ആയിരിക്കും. ദിസ് കറണ്ട് ഈസ് ഡ്യൂ ടു എന്തുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്തുകൊണ്ടാണ്, മൈനോറിറ്റി കാരിയേഴ്സ് കാരണമാണ് അല്ലേ. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ വോൾട്ടേജ്. അപ്പോൾ എത്ര വോൾട്ടേജ് അപ്ലൈഡ് എന്നുള്ള സാധനത്തിന് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഇതെന്തായാലും മൈനോറിറ്റി കാരിയേഴ്സ് കൊണ്ട് ഉണ്ടാവും. ഇഫ് ദ റിവേഴ്സ് ബയാസ് ഈസ് ഇൻക്രീസ്, ഇത് കുറച്ചും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ a point is reached when the junction breakdowns and the reverse current increases abruptly. ഭയങ്കരമായിട്ട് കൂടും, ശരിയാണല്ലോ. ദിസ് കറണ്ട് വിൽ ബി ലാർജ് ഇനഫ് ടു ഡിസ്ട്രോയ് ദ ജംഗ്ഷൻ ഡിസ്ട്രോയ് ആവാൻ വരെ ഈ കറണ്ടിനെ കൊണ്ട് എന്ത് ചെയ്യും, സാധിക്കും. ക്ലിയർ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ്സ്. ഇവിടെ നമ്മൾ ഇത് ഫോർവേഡ് ബയാസ്ഡ് ഉണ്ട് കേട്ടോ, ഇവിടെ ഫോർവേഡ് ബയാസ്ഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ്. നമ്മൾ മില്ലി ആംബിയറിൽ ഇത് വരും. ഇത് റിവേഴ്സ് കറണ്ട് ആണെങ്കിൽ മൈക്രോ ആംബിയർ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്ക്. ഇത് മൈക്രോ ആംബിയർ, ഫോർവേഡ് കറണ്ട് കോമൺലി മില്ലിയർ ആംബിയറിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ റിവേഴ്സ് ബയാസിൽ തന്നെ 2 ബ്രേക്ക് ഡൗൺ ഉണ്ട്, സെനറും ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട് അവലാഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താവും, ഭയങ്കര സ്പീഡിലാണ് എന്ത് ചെയ്യുക, ഇത് റൈസ് ചെയ്യുക. അതിനാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ VBR എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ അവലാഞ്ചിൻ്റെ ഈ പോയിന്റിലൊരു പേര് പറയും. പേരെന്താ അറിയോ, ദാറ്റ് ഈസ് കോൾഡ് നീ പോയിന്റ് എന്ന് പറയും. ഇതാണ് VBR അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ ഒന്ന് ഓർത്ത് വരിക. ഈ ഗ്രാഫും കയ്യിലുണ്ടാവുക. ഓക്കെ, സെനർ ആയാലും അവലാഞ്ച് ആയാലും. നെക്സ്റ്റ്, ദ ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് ദ വോൾട്ടേജ് അറ്റ് വിച്ച് ദ ബ്രേക്ക് ഡൗൺ ഓഫ് PN ജംഗ്ഷൻ ഒക്കേഴ്സ് ഈസ് കോൾഡ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ആണ് VBR പറഞ്ഞത്. പിന്നെ ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡിപ്പെൻഡ്സ് ഓൺ, എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ചോദിച്ചാൽ ഡിപ്പെൻഡ്സ് ഓൺ width of the depletion region which in turn depends on the doping level. ഓക്കെ, ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്തിനാണ് റെപ്രസെൻറ്റ് വെച്ചാൽ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്തിനെയാണ് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, ഡോപ്പിംഗ് ലെവലിനും ഡിപ്പെൻഡ് ചെയ്യുന്നു. ക്ലിയർ. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കേണ്ടത്. രണ്ടാമത്തത്, ദ ജംഗ്ഷൻ ഓഫേഴ്സ് ഓൾമോസ്റ്റ് 0 റെസിസ്റ്റൻസ്. ഈ പോയിന്റിൽ ബ്രേക്ക് ഡൗൺ പോയിന്റിൽ 0 റെസിസ്റ്റൻസ് ആണ്. 0 റെസിസ്റ്റൻസ് ആയതുകൊണ്ടാണ് ഇത് ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നത്. മനസ്സിലായില്ല, അവിടെ 0 റെസിസ്റ്റൻസ് ആയതുകൊണ്ടാണ് കറണ്ട് ഫ്ലോ എന്ത് ചെയ്യുന്നത്, ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു, കൂടുന്നത്. ഓക്കെ, അപ്പോൾ ദർ ആർ 2 മെക്കാനിസംസ് ബൈ വിച്ച് ബ്രേക്ക് ഡൗൺ ക്യാൻ ഒക്കർ അറ്റ് എ റിവേഴ്സ് ബയസ് ജംഗ്ഷൻ. ദേ ആർ ദ അവലാഞ്ച് ആൻഡ് ദ സെനർ. 2 ടൈപ്പാണ് ഉള്ളത്. നമ്മൾ ഓരോന്നിനും ഇൻഡിവിജ്വലി നോക്കാം. ഫസ്റ്റ് വൺ, അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. എന്താ പറയുന്നത് പറഞ്ഞാൽ, ദ മൈനോറിറ്റി കാരിയേഴ്സ് അണ്ടർ റിവേഴ്സ് ബയസ് കണ്ടീഷൻസ് ഫ്ലോയിങ് ത്രൂ ദ ജംഗ്ഷൻ അക്വയർ എന്താണ് അക്വയർ ചെയ്യുന്നത് വെച്ചാൽ കൈനറ്റിക് എനർജി വിച്ച് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ റിവേഴ്സ് വോൾട്ടേജ്. റിവേഴ്സ് വോൾട്ടേജ് കൂട്ടുമ്പോൾ
കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നു, കൂടുന്നു. മൈനോറിറ്റി കാരിയേഴ്സ് തന്നെയാണ് കാരണക്കാർ അല്ലേ. അറ്റ് എ സഫീഷ്യൻ്റ്ലി ഹൈ റിവേഴ്സ് വോൾട്ടേജ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ മൈനോറിറ്റി കാരിയേഴ്സ് ബിക്കം സോ ലോസ്. കൈനറ്റിക് എനർജി കൂടും. സോ ദാറ്റ് ദേ ക്യാൻ നോക്ക് ഔട്ട് ഇലക്ട്രോൺസ് ഫ്രം ദ കോവാലൻ ബോണ്ടിൽ നിന്ന് ഇലക്ട്രോൺസ് നോക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. കാരണം ഹൈ റിവേഴ്സ് വോൾട്ടേജ് വരുമ്പോൾ നോക്ക് ഔട്ട് ചെയ്യും. ഓക്കെ, ആസ് എ റിസൾട്ട് ഓഫ് ദിസ് കൊളീഷൻ കാരണം ദ ലിബറേറ്റഡ് ഇലക്ട്രോൺസ് ഇൻ ടേൺ ലിബറേറ്റ് മോർ ഇലക്ട്രോൺസ്. ഈ പുറത്തു വന്ന ഇലക്ട്രോൺസ് പിന്നെയും കുറേ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ലിബറേറ്റ് ചെയ്യും. ആൻഡ് ദസ് ദ കറണ്ട് വിൽ ബിക്കം വെരി ലാർജ് ലീഡിങ് ടു ദ ബ്രേക്ക് ഡൗൺ ഓഫ് ദ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഇറ്റ് സെൽഫ്. അങ്ങനെ കൂടി കൂടി അത് എന്തിനു സംഭവിക്കും, ബ്രേക്ക് ഡൗൺ അടക്കം എന്ത് ചെയ്യും, കാരണക്കാരം. ഈ ഫിനോമിനെ എന്ത് പറയുന്നത്, അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. ഇവിടെ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ്, ഇത് അവലാഞ്ച് ബ്രേക്ക് ഡൗണിൻ്റെ കാരണക്കാരെന്ന് ചോദിച്ചാൽ കൈനറ്റിക് എനർജി ഓഫ് കാരണക്കാരൻ. അത് കാരണം കോവലൻ ബോണ്ട്സ് എന്ത് ചെയ്യും, കോവലൻ ബോണ്ട്സ് ഒക്കെ പറയുന്നത് അവിടുന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, നോക്ക് ഔട്ട് ചെയ്യും. ഓക്കെ, ഈ ബ്രേക്ക് ഡൗൺ റീജിയനെയാണ് നമ്മൾ എന്ത് പറയുക, നീ എന്ന് പറയുന്നത്. ഇതാണ് സാധനം, ഈ പോയിന്റ് അല്ലേ, ബ്രേക്ക് ഡൗൺ പോയിന്റ്. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നീ എന്ന് പറഞ്ഞിരുന്നത്. ശരിയല്ലേ. പിന്നെ നൗ ദ കറണ്ട് ഈസ് നോട്ട് കൺട്രോൾഡ് ബൈ ദ ജംഗ്ഷൻ വോൾട്ടേജ്. ജംഗ്ഷൻ വോൾട്ടേജ് അല്ല പിന്നെ കറണ്ട് കൺട്രോൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് കൺട്രോൾഡ് ബട്ട് ബൈ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്. എക്സ്റ്റേണൽ സർക്യൂട്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കറണ്ട് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതിൽ പറയാനുള്ളത്, അവലാഞ്ച് ബ്രേക്ക് ഡൗണിൽ പറയാനുള്ളത്. സിമിലർലി ആരുണ്ട്, സെനർ ബ്രേക്ക് ഡൗൺ. ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. അണ്ടർ എ വെരി ഹൈ റിവേഴ്സ് വോൾട്ടേജ് തന്നെയാണ് ദ ഡിപ്ലീഷൻ റീജൻ എക്സ്പാൻഡ്സ്. ഈ ഡിപ്ലീഷൻ റീജൻ എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. ആൻഡ് ദ പൊട്ടൻഷ്യൽ ബാരിയർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അല്ല, ഡിപ്ലീഷൻ റീജൻ എക്സ്പാൻഡ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ ബാരിയർ ഇൻക്രീസ് ചെയ്യും, ലീഡിങ് ടു വെരി ഹൈ ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് നോട്ട് ചെയ്യേണ്ട പോയിന്റ്. ലീഡിങ് ടു വെരി ഹൈ ഇലക്ട്രിക് ഫീൽഡ് അക്രോസ് ദ ജംഗ്ഷൻ. ദ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബ്രേക്ക് സം ഓഫ്. ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണമാണ് കോവലന്റ് ബോണ്ട്സ് എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് ചെയ്യുന്നത്. നേരത്തെ എന്ത് കാരണമായിരുന്നു, കൈനറ്റിക് എനർജി കാരണമായിരുന്നു. ഇപ്പോൾ ഇവിടെ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് കാരണമാണ്. അപ്പോൾ ദ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബ്രേക്ക് സം ഓഫ് ദ കോവലന്റ് ബോണ്ട്സ് ഓഫ് ദ സെമി കണ്ടക്ടർ ആറ്റംസ് ലീഡിങ് ടു എ ലാർജ് നമ്പർ ഓഫ് ഫ്രീ മൈനോറിറ്റി കാരിയേഴ്സ് വിച്ച് സർട്ടൻലി ഇൻക്രീസ് ദ റിവേഴ്സ് കറണ്ട്. അപ്പോൾ ഇവിടെ റിവേഴ്സ് കറണ്ടിന് കാരണക്കാരൻ ഇലക്ട്രിക് ഫീൽഡും അവിടെ ആരായിരുന്നു കാരണക്കാരൻ, അവിടെ കൈനറ്റിക് എനർജി. ആ ഒരു വ്യത്യാസം നോട്ട് ചെയ്യുക. ദിസ് ഈസ് കോൾഡ് ആസ് എ സെനർ എഫക്റ്റ്. ക്ലിയർ. ദ ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് അറ്റ് എ പർട്ടിക്കുലർ ആൻഡ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ ഓഫ് റിവേഴ്സ് വോൾട്ടേജ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് നമ്മുടെ ഈ സെനറിൻ്റെ കാര്യങ്ങളിലെ ദ സെനർ ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് ദാറ്റ് അറ്റ് എൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓഫ് 3 × 10⁻⁷ വോൾട്ട്/മീറ്റർ. ഓക്കെ, ഈ ഇലക്ട്രിക് ഫീൽഡിനെ ഈ ഇതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് വോൾട്ട്/മീറ്റർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിൻ്റെ ഫോർമുല എന്താ, ഇറ്റ് ഈസ് V/d. ശരിയല്ലേ. വി എന്ന് പറഞ്ഞാൽ ആരാണ്, വോൾട്ട്. ഡിസ്റ്റൻസ് വരെ എന്ത് ചെയ്യുക, നമുക്ക് മീറ്ററിന് എഴുതാം അല്ലേ. അപ്പം എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ദ നാരോവർ ദ ഡിപ്ലീഷൻ റീജിയൻ നാരോ ആണെങ്കിൽ ദ സ്മോളർ ദ റിക്വയർഡ് ബയാസ് ടു കോസ് സെനർ ഡൗൺ. സെനർ ബ്രേക്ക് ഡൗൺ ഒക്കെ അറിയാൻ കുറച്ച് ബയാസ് മാത്രം എന്ത് ചെയ്യുക, അതായത് എക്സ്റ്റേണൽ വോൾട്ടേജ് മാത്രം എന്ത് ചെയ്താൽ മതി. എ സ്മോളർ റിവേഴ്സ് ബയാസ് ക്യാൻ പ്രൊഡ്യൂസ് എ സഫിഷ്യൻ്റ്ലി സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ എ നാരോ ഡിപ്ലീഷൻ റീജിയൻ. ഈ നാരോ ഡിപ്ലീഷൻ റീജിയനിൽ ഒരു സ്മോൾ റിവേഴ്സ് ബയാസ് പോലും എന്ത് ചെയ്യും, സഫിഷ്യൻറ്റ് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യാറുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കമ്പാരിസൺ ചെയ്യുവാണെങ്കിൽ നമ്മൾ രണ്ടും അവലാഞ്ചും, ഇതാണ് അവലാഞ്ച്, ഇതാണ് സെനർ ബ്രേക്ക് ഡൗൺസ്. ഓക്കെ, ഇതിൻ്റെ കമ്പാരിസണിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദ ജംഗ്ഷൻസ് ദാറ്റ് ഒക്കെ ബ്രേക്ക് ഡൗൺ എബോവ് 5 volts. ഇത് ഓർത്ത് വയ്ക്കുക, 5 voltന് മേലെ ഉള്ളതാണ് ഒക്കെ അറിയാറ്. ഇവിടെ സിമിലർലി എത്രയാണ്, ബിലോ 5 volt ആണ്. ഇവിടെ ഒക്കറിൻ ലൈറ്റ്ലി ഡോപ്ഡ് ജംഗ്ഷൻസ്, ഇമ്പോർട്ടൻ്റ് ആണ്, ലൈറ്റ്ലി ഡോപ്പിംഗ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് പ്രൊഡ്യൂസ് വൈഡ് ഡിപ്ലീഷൻ റീജിയൻ കൂടുതലായിരിക്കും. ഇവിടെ ഇറ്റ് ഒക്കേഴ്സ് ഇൻ ഹെവിലി ഡോപ്ഡ് സെനറിൽ ആൻഡ് ഇറ്റ് ഈസ് ഓഫ് നാരോ ഡിപ്ലീഷൻ ലെയേഴ്സ്. ഇവിടെയുള്ള അവലാഞ്ചിൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആയിരിക്കും, ഇവിടെ എന്താണ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആയിരിക്കും. ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, യുവർ ബ്രേക്ക് ഡൗൺ, ഇപ്പോൾ സപ്പോസ് യുവർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എങ്ങനെ പറയാം, ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു യുവർ ടെമ്പറേച്ചർ. ഇഫ് ടെമ്പറേച്ചർ ഇൻക്രീസസ് യുവർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഓൾസോ ഇൻക്രീസസ്. ഈ ഒരു ഫിനോമിനൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ വി ക്യാൻ കോൾ ദിസ് ഈസ് ദ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഈസ് പോസിറ്റീവ്. ഇഫ് യുവർ ടെമ്പറേച്ചർ ഇൻക്രീസസ് യുവർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഈസ് ഡിക്രീസ്ഡ് ദെൻ ദ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് വിൽ ബി നെഗറ്റീവ്. അങ്ങനെയാണ് ഇവിടെ നെഗറ്റീവും ഇവിടെ എന്തായത് പോസിറ്റീവ് ആയത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. നെക്സ്റ്റ്, ദ വാലൻസ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ദ വാലൻസ് ഇലക്ട്രോൺസ് ആർ പുഷ്ഡ് അപ്പ് ഇൻ ടു ദ
conduction band due to energy imparted by colliding accelerated minority carriers. അല്ലേ, എനർജി ഏത് എനർജിയാണ്? കൈനറ്റിക് എനർജിയാണ് അല്ലേ. സിമിലർലി ഇപ്പുറത്തോ സെനറിലോ the valence electrons are pulled into conduction band due to very intense electric field ആണ് ഇവിടെ കാരണം ഇവിടെ ഞാൻ പറഞ്ഞു അതെന്താണ്? കൈനറ്റിക് എനർജിയാണ്. ക്ലിയർ? that the VI characteristics with this breakdown rise gradually മാത്രമേ അവലാഞ്ചിൽ എന്ത് ചെയ്യുന്നുള്ളൂ? ബ്രേക്ക് ഡൗൺ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ VI ക്യാരക്ടറിസ്റ്റിക്സ് റൈസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ VI ക്യാരക്ടറിസ്റ്റിക്സ് ആർ അല്ലെങ്കിൽ സെനോർ ഡയോഡിൻ്റെ ബ്രേക്ക് ഡൗൺ ക്യാരക്ടറിസ്റ്റിക്സ് ആർ വെരി ഷാർപ്പ്. ചെറിയൊരു വ്യത്യാസം കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് നോട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഐഡിയൽ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, ഐഡിയൽ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ നമുക്കറിയാം ഒരു ഐഡിയൽ ഡയോഡിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഐഡിയൽ ഡയോഡിൻ്റെ VI എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വരിക? ഇതാണ് നമ്മളുടെ VI വന്നിരുന്നത് അല്ലേ. ഈ ഒരു പോർഷനാണ് നമ്മളുടെ ഐഡിയൽ കേസിൽ വന്നിരുന്നത്. അതായത് നമ്മൾ R0 VD 0 I = 0 എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ 0 ഫോർവേഡ് ഡ്രോപ്പാണ്, ശരിയല്ലേ? 0 ഫോർവേഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ R0 ആണ്. ഇവിടെ എന്താണ്? ഇവിടെ 0 റിവേഴ്സ് കറണ്ടാണ്. ഇവിടെ 0 റിവേഴ്സ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? R എത്രയാണ്? ഇൻഫിനിറ്റി ആണ്. ഇത് ഏതിൻ്റെ കേസിൽ? ഇത് റിവേഴ്സ് ബയാസിൻ്റെ കേസിൽ. ഇതെന്തിൻ്റെ കേസിലാണ്? ഇത് ഫോർവേഡ് ബയാസിൻ്റെ കേസിലുമാണ് അല്ലേ. അപ്പോൾ ഐഡിയൽ ഡയോഡിൻ്റെ കേസിലാണ് നമ്മൾ പറയും. പിന്നെ പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ 2 terminal ഡിവൈസ് ആണെന്ന് അറിയാം. which permits only unidirectional conduction, conducts well in forward biased and poor in reverse direction. ഫോർവേഡ് ബയാസ്ഡിൽ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ഇറ്റ് ആക്ട്സ് ആസ് എ പെർഫെക്റ്റ് കണ്ടക്ടർ. അതിൻ്റെ കാരണം എന്താ? റെസിസ്റ്റൻസ് എന്താണ്? 0 ആണ്. പിന്നെ വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്? 0 ആണ്. വെൻ റിവേഴ്സ് ബയാസ് ഇറ്റ് ആക്ട്സ് ആസ് എ പെർഫെക്റ്റ് ഇൻസുലേറ്റർ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. കാരണം കറണ്ട് റെസിസ്റ്റർ എത്രയാണ്? ഇൻഫിനിറ്റിയും. കറണ്ട് എത്രയാണ്? കറണ്ട് 0 ആണ്. കറണ്ടൊന്നും ഫ്ലോ ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ ആ 2 പോയിന്റ് മാത്രം ഓർത്ത് വയ്ക്കുക. യുവർ ഐഡിയൽ ഡയോഡ് ആക്ട്സ് ആസ് ആൻ ഓട്ടോമാറ്റിക് സ്വിച്ച്. സ്വിച്ച് പോലെയാണ് എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. കാരണം ക്ലോസ് ഡൗൺ വെൻ ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ഇറ്റ് വിൽ ബി ഓപ്പൺ വെൻ റിവേഴ്സ് ബയാസ്ഡ്. നെക്സ്റ്റ് PN ജംഗ്ഷൻ ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ്. PN ഡയോഡ് കറൻറ്റ്സ്. ഓക്കെ, അപ്പോൾ കറൻറ്റ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ കറണ്ട് ഇൻ എ PN ഡയോഡ് ഈസ് ബൈപ്പോളാർ ഇൻ ക്യാരക്ടർ. ബൈപ്പോളാർ എന്ന് പറഞ്ഞാൽ ഇതെന്ത് കാരണം? ബൈപ്പോളാർ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ബിക്കോസ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബോത്ത് യുവർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് കാരിയേഴ്സ്. രണ്ട് കൊണ്ടും ഉണ്ടാക്കിയതാണ് അല്ലേ. പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് കാരിയേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ബൈപ്പോളാർ ഇൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ടോട്ടൽ കറണ്ട് ഈസ് കോൺസ്റ്റൻറ്റ്. കറണ്ട് എന്താണ്? കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ ഡിവൈസ് ആണ്. ആൻഡ് ബട്ട് ദ പ്രൊപ്പോർഷൻ ഓഫ് കറണ്ട് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുമെങ്കിലും ദ പ്രൊപ്പോർഷൻ ഓഫ് കറണ്ട് ഡ്യൂ ടു യുവർ ഹോൾസ് ആൻഡ് ഡ്യൂ ടു യുവർ ഇലക്ട്രോൺസ് വേരീസ് വിത്ത് ദ ഡിസ്റ്റൻസ്. വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസിന് വേരി ചെയ്യുന്നതാണ് ഈ 2 കറണ്ടുകളും. ഓക്കെ, അപ്പോൾ ഇൻ ദ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ വാട്ട് ഹാപ്പൻസ്? ദ ഡയോഡ് കറണ്ട് ഇൻക്രീസസ് എക്സ്പോണൻഷ്യലി. ദ ഡയോഡ് കറണ്ട് ഇൻക്രീസസ് എക്സ്പോണൻഷ്യലി വിത്ത് ദ ഇൻക്രീസ് ഇൻ വോൾട്ടേജ് അക്രോസ് ദ ഡയോഡ്. അപ്പോൾ ഈ ഫോർവേഡ് ബയാസ്ഡിൽ ഡയോഡ് കറണ്ട് എന്താണ്? എക്സ്പോണൻഷ്യലി എന്ത് ചെയ്യുവാണ്? ഇൻക്രീസ് ചെയ്യുവാണ്. അത് നോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ആ ഫിഗറിൽ നമ്മൾ ഫോമിലാണ് നോക്കുന്നത്. ഡയോഡ് വെൻ ഫോർവേഡ് ബയാസ്ഡ് ഈസ് ഗിവൺ ബൈ നമ്മൾ നേരത്തെ നോക്കിയതാണ്. ജസ്റ്റ് ഒന്നും കൂടി എഴുതാം. I0 ഇൻറ്റു e⁻v/v VT - 1. ഇവിടെ VT ആണ് വരിക. η1 എടുത്തുകൊണ്ടാണ്. ഓക്കെ, വേർ യുവർ VT ഈസ് ഈക്വൽ ടു T/11,600. ക്ലിയർ? അതുപോലെ നിങ്ങളുടെ I0 എന്താണ്? I0 ഈക്വൽ ടു AE ഇൻറ്റു DH/LH ഇൻറ്റു NT പ്ലസ് DE/LE ഇൻറ്റു NA ഇൻറ്റു NI സ്ക്വയർ. ക്ലിയർ? ഈ 2 ഫോമുലകൾ നോട്ട് ചെയ്യുക. IO ഈക്വൽ ടു A ഇൻറ്റു DS/LH ഇൻറ്റു NT. NT എന്നൊക്കെ പറഞ്ഞാൽ ഡോണർ കോൺസെൻട്രേഷൻ, LS എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ഹോള്, DN അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഫോമുലാസ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത് മാത്രം നോക്കിയാൽ മതി. നമ്മൾ ഇതിനെന്തെങ്കിലും ഒരു പ്രോബ്ലം വരും. ഓക്കെ, ഇത് ഡയറക്റ്റ് ഫോമുലെടുത്ത് അപ്ലൈ ചെയ്യാൻ വരില്ല ഇതിൻ്റെ, കാരണം ഇത് ലെങ്തിയർ ആണ്. അപ്പോൾ അതൊന്നും വരില്ല. പക്ഷേ എന്ത് വരുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം, അതിലുണ്ടാവും അത്. ഓക്കെ, അപ്പോൾ ഈ ഫോമുലാസ് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആണ് നമ്മൾ ഈ IO കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് വിൽ ജസ്റ്റ് ഡബിൾ
ഇൻ മാഗ്നിറ്റ്യൂഡ് ഫോർ എവറി എത്ര ഫോൾഡ് റൈസ് ആണ്? 10 ഫോൾഡ് റൈസ് ആണ് ടെമ്പറേച്ചർ. ഓക്കെ, പിന്നെ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഫോർ ദ ഫോർവേഡ് വോൾട്ടേജ് ഓഫ് പി എൻ ജംഗ്ഷൻ ഇസ് ദ അപ്രോക്സിമേറ്റ്ലി എത്രയാന്ന് പറഞ്ഞാൽ -1.8 മില്ലി വോൾട്ട് പെർ ഡിഗ്രി സെൽഷ്യസ് ഫോർ യുവർ സിലിക്കൺ ഡയോഡ് ആൻഡ് -2.02 മില്ലി വോൾട്ട് പെർ ഡിഗ്രി സെൽഷ്യസ് ഫോർ ജർമാനിയൻ ഡയോഡ്. ഇത് എക്സാക്ട്ലി ചോദിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടത്. എക്സാക്ട്ലി ചോദിക്കുമെന്നില്ല, ചോദിച്ച് കഴിഞ്ഞാൽ മാത്രം ഇങ്ങനെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ -2.5 ഒരു കഥ പറഞ്ഞിരുന്നു അല്ലേ, ആ -2.5 വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ കോമൺലി യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അതായാലും മതിയാവും. ഇത് നമ്മളിങ്ങനെ എക്സാക്ട്ലി സിലിക്കൺ ജർമാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയാവും. നെക്സ്റ്റ് യുവർ ഡയോഡ് റെസിസ്റ്റൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഡി സി റെസിസ്റ്റൻസ് ഓഫ് എ ഡയോഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ റേഷ്യോ ഓഫ് ദ ഡയോഡ് വോൾട്ടേജ് ആൻഡ് ദ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഈസ് നോട്ട് സെൻസിറ്റീവ് ടു ദ ഷേപ്പ് ഓഫ് ദ ഡയോഡ്. ഷേപ്പിന് സെൻസിറ്റീവ് അല്ല ഈ സാധനം. ഓക്കെ, അതുപോലെ തന്നെ ഡി സി റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ഡയോഡ് കറണ്ട് ഓർ വോൾട്ടേജ്. ഒബ്വിയസ്ലി ഇൻവേഴ്സ്ലി ആണല്ലോ. പിന്നെ എ സി ഓർ ഡൈനാമിക് റെസിസ്റ്റൻസ് ആർ ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ ഡയോഡ് ടു ദ ചേഞ്ചിങ് ഫോർവേഡ് കറണ്ട്. ഇവിടെ ചേഞ്ച് ആണ് വരുന്നത്, എ സി അല്ലേ. It may be also defined as the reciprocal of the slope of the forward characteristics of the diode. Clear? It is sensitive to the shape of the curve. It is sensitive ആണ്, DC എന്തല്ല, സെൻസിറ്റീവ് അല്ല. ഓക്കെ, ആൻഡ് ഡിക്രീസസ് ഫോർ ഹയർ ലെവൽസ് ഓഫ് ഡയോഡ് വോൾട്ടേജ് ഓർ കറണ്ട്. ഹയർ ലെവൽസിലേക്ക് പോകുമ്പോൾ അത് കുറഞ്ഞ് വരുവാണ് ചെയ്യുന്നത്. ഓക്കെ, സിമിലർലി നമ്മുടെ എ സി റെസിസ്റ്റൻസിൻ്റെ ഫോർമുല ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഡയോഡ് റെസിസ്റ്റൻസിൻ്റെ നമ്മൾ എ സിയിലെ നമ്മളെ വേരി ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് വേരി ചെയ്യുന്ന, അതായത് നമ്മൾ എ സി റെസിസ്റ്റൻസിൽ ആർ വേരീസ് വിത്ത് യുവർ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് വി. എങ്ങനെ വേരി ചെയ്യുന്നുണ്ട്? ഇറ്റ് ഈസ് ഈക്വൽ ടു, നമ്മളറിയാം, ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്തോ, ഈറ്റ വി ടി പ്ലസ് I0. അതായത് നമ്മൾ അപ്രോക്സിമേറ്റ്ലി എന്ത് ചെയ്തും ഈറ്റ വി ടി ബൈ ഐ എന്ന് എഴുതും അല്ലേ. എന്നിട്ട് നമ്മൾ ആർ എത്ര കിട്ടിയിട്ടുണ്ട്? നമ്മൾ റൂം ടെമ്പറേച്ചറിൽ 26 മില്ലി വോൾട്ട് ഡിവൈഡഡ് ബൈ ഐ. ഓക്കെ, ആ ഒരു ഫോർമുല ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, വേറെ വലിയ കാര്യമൊന്നും ഇല്ല ഇതിൽ. ഓക്കെ, നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് റിയൽ ഡയോഡ്. റിയൽ ഡയോഡിൻ്റെ കാര്യമാണ് നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ റെപ്രസെൻറ്റ് ചെയ്തത്. നമുക്ക് അതിൻ്റെ ജസ്റ്റ് തിയറി പാർട്ട് നോക്കാം. വെൻ ഡയോഡ് ഈസ് ഫോർവേഡ് ബയസ്ഡ് ഇറ്റ് വിൽ നോട്ട് കണ്ടക്ട് ടിൽ ദ പൊട്ടൻഷ്യൽ ബാരിയർ. ഓക്കെ, പൊട്ടൻഷ്യൽ ബാരിയർ V0 എടുക്കുന്നവരെ അത് കണ്ടക്ട് ചെയ്യില്ല അല്ലേ. ഏതൊക്കെയാണ് പൊട്ടൻഷ്യൽ ബാരിയറുകൾ? 0.47 വോൾട്ടാണ് നമ്മൾ സിലിക്കണ്ണും, അതുപോലെ 0.3 വോൾട്ടാണ് ഇതിന് ജർമാനിയും. ഓക്കെ, അപ്പോൾ ഇറ്റ് വിൽ നോട്ട് കണ്ടക്ട് ടിൽ ദ പൊട്ടൻഷ്യൽ ബാരിയർ V0. ഈ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ അല്ലേ അറ്റ് ദ ജംഗ്ഷൻ ഈസ് ഓവർകം. ഇത് ഓവർകം ചെയ്യുന്നവരെ അതെന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. ഓക്കെ, വെൻ ദ അപ്ലൈഡ് വോൾട്ടേജ് എക്സീഡ്സ് ദിസ് ബാരിയർ പൊട്ടൻഷ്യൽ V0 ദ ഡയോഡ് സ്റ്റാർട്ട്സ് കണ്ടക്ടിങ്. ഇത് ഓവർകം ചെയ്ത ഡയോഡ് എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. The forward current I flowing through the diode causes a voltage drop in the internal resistance. Internal resistance അതായത് R ഡാഷിൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. Thus the voltage applied across the diode is to overcome. എന്തിനൊക്കെ ഓവർകം ചെയ്യണം? നമ്മളുടെ ബാരിയർ പൊട്ടൻഷ്യൽ V0നെയും അതുപോലെ ഇൻറ്റേർണൽ ഡ്രോപ്പ് IR ഡാഷിനെയും. അപ്പോൾ രണ്ടും കൂടി എഴുതുക എങ്ങനെ വരും? V0 പ്ലസ് I ഇൻറ്റു R ഡാഷ്. ഓക്കെ, അപ്പോൾ ഒരു റിയൽ ഡയോഡിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരും? റിയൽ ഡയോഡ് മേ ബി കൺസിഡർഡ് ആസ് ആൻ ഇക്വലൻറ്റ് ടു ആൻ ഐഡിയൽ ഡയോഡ് ഇൻ സീരീസ് വിത്ത് എ ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് V0 വോൾട്ട്സ് ആൻഡ് എ ഫോർവേഡ് ബയാസ് AC റെസിസ്റ്റൻസ് R ഡാഷ്. അപ്പോൾ ഒരു റിയൽ ഡയോഡ് എങ്ങനെ വരും? ഒരു ഐഡിയൽ ഡയോഡ് അതിൻ്റെ കൂടെ തന്നെ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ വിത്ത് ആൻ R ഡാഷ്. ശരിയല്ലേ? ഇത് പ്ലസ് ഇത് മൈനസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് ഐഡിയൽ ഡയോഡ്. ഇതാണ് നിങ്ങളുടെ പ്ലസ് ഓർ മൈനസ് VO അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ. ഇതാണ് നിങ്ങളുടെ R ഡാഷ്. ഓക്കെ, അപ്പം ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ എന്താ വരിക? ഇവിടെ ഇത് സ്വിച്ച് ക്ലോസ്ഡ് ആവും. ശരിയല്ല? ബാക്കിയൊക്കെ കറക്റ്റാണ്. പ്ലസ് ഓർ മൈനസ് ഇത് സ്വിച്ച് എന്താവും? ക്ലോസ്ഡ് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളൊരു റെപ്രസെൻറ്റേഷൻ. നെക്സ്റ്റ് ദ VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റിയൽ ഡയോഡ് അണ്ടർ ഫോർവേഡ് ബയാസ്ഡ് എങ്ങനെ വരും? ഫോർവേഡ് ബയാസ്ഡിൽ എങ്ങനെയാണ് വരിക? ഫോർവേഡ് ബയാസ്ഡിൽ ഇറ്റ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് അല്ലെങ്കിൽ ഈ സാധനമാണ് എന്ത്? V0. ഇതാണ് നിങ്ങളുടെ എന്ത്? V അല്ലേ? ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? കറണ്ട് കാണുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ കറണ്ട്. അപ്പോൾ ഇത് -V, ഇതെന്താണ്? +V. ഓക്കെ, അപ്പോൾ
ഈ ഒരു കാര്യത്തിൽ ഈ സ്ലോപ്പ് എത്രയാണ്? ഇതാണ് സ്ലോപ്പ്, ഇവിടെയാണ് സ്ലോപ്പ് എത്രയാണ്? സ്ലോപ്പ് വിൽ ബി 1/r'. ശരിയാണല്ലോ. അപ്പം ഇക്വേഷൻ എന്താ വരിക? നമ്മൾ നേരത്തെ അതേ ഇക്വേഷൻ തന്നെയാണ്. ഏതാണ് ഇക്വേഷൻ? ഇറ്റ് ഈസ് ഈക്വൽ ടു V0 + I × r'. ആ സെയിം ഇക്വേഷൻ തന്നെയാണ് വരിക. അത് വെച്ച് റെസ്പെക്റ്റാണ് ഇത് എഴുതിയത്. അപ്പോൾ റെസിപ്രോക്കൽ ഓഫ് ദിസ് ക്യാരക്ടറിസ്റ്റിക്സ് റെപ്രസെൻറ്റ്സ് ദ AC ഓർ ഡൈനാമിക് റെസിസ്റ്റൻസ് ഓഫ് ദ ഡയോഡ്. ഓക്കെ, അതിൻ്റെ റെസിപ്രോക്കൽ, സ്ലോപ്പിൻ്റെ റെസിപ്രോക്കലാണ് ഡൈനാമിക്. ഇത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ്. കാരണം RD = 1/slope എന്ന് എഴുതിയതാണല്ലോ. സെയിം കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ 2-3 കേസ് പഠിക്കാനുള്ള. ഫോർ ലാർജ് സിഗ്നൽ സോഴ്സസ് whose voltage is much greater than your diode barrier potential, large signal source ആണെങ്കിൽ if a voltage is much greater than your barrier potential, the forward current I would be large. Forward current ഭയങ്കര കൂടുതലായിരിക്കും. And the AC or dynamic resistance R' of the diode will be equal to the bulk resistance RB of the diode. ഇതെന്തിന് ഈക്വൽ ആണെന്ന് ചോദിച്ചാൽ it will be equal to the bulk resistance of the diode ഈക്വൽ ആയിരിക്കും. ഓക്കെ, similarly for pure signal source in which whose voltage is smaller than V0 അല്ലെങ്കിൽ നമ്മുടെ VK എന്ന് പറയുന്ന വോൾട്ടേജിനെക്കാട്ടിയും കുറവാണെങ്കിൽ the forward current I would be small and the AC or dynamic resistance of the diode will be equal to the apparent forward or junction resistance. ഇതെന്തിന് ഈക്വൽ ആയിരിക്കും? അപ്പാരൻറ്റ് ഫോർവേഡ് അല്ലെങ്കിൽ ജംഗ്ഷൻ റെസിസ്റ്റൻസിന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും സ്മോൾ സിഗ്നൽ സോഴ്സിന്. ഓക്കെ, അപ്പോൾ ബിക്കോസ് ഫോർ സ്മോൾ സിഗ്നൽ ഡയോഡ് കറണ്ട് RB വളരെ എന്തായിരിക്കും? നെഗ്ലിജിബിൾ ആയിരിക്കും അല്ലേ? RB വളരെ കുറവായിരിക്കും. നെഗ്ലിജിബിൾ ആയിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിൽ എന്താ വരിക? ഇറ്റ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്. നമ്മുടെ ഡയോഡും നമ്മുടെ ബാരിയർ പൊട്ടൻഷ്യൽ V0 ആണ് വരുന്നുള്ളൂ അല്ലേ? മറ്റേതൊന്നും വരുന്നില്ല. അപ്പോൾ ആ ഒരു ചേഞ്ച് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, സിമിലർലി ഫോർ മോസ്റ്റ് ആപ്ലിക്കേഷൻസ് ദ AC or dynamic resistance R' can be neglected. അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇവിടെ നെഗ്ലക്ട് ചെയ്തു. Okay, being very small as compared to other elements and the real diode is represented in the figure. ഇത് തന്നെയാണ് അതിൻ്റെ ഫിഗർ. ക്ലിയർ? അപ്പോൾ ജസ്റ്റ് ഒന്ന് തിയറി പാർട്ട് പോലെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. എല്ലാതും നമ്മൾ ഒറ്റ പോയിന്റ് വിട്ടു പോകരുത്. അതുകൊണ്ടാണ് തിയറിയും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒന്നും കൂടി ഒന്ന് സ്പെസിഫിക് ആയിട്ട് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പീസ് വൈസ് ലീനിയർ ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കറിയാം. എ ലാർജ് സിഗ്നൽ അപ്രോക്സിമേഷൻ വിച്ച് യൂഷ്വലി ലീഡ്സ് ടു എ സഫിഷ്യൻ്റ്ലി ആക്യുറേറ്റ് സൊല്യൂഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? പീസ് വൈസ് ലീനിയർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പീസ് വൈസ് ലീനിയർ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ നേരത്തെ കാണിച്ച സാധനം. ഓക്കെ, ഇനി ആ ഫിഗർ ഒന്നുകൂടി വരക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പറഞ്ഞല്ലേ. ദ ബ്രേക്ക് ഡൗൺ പോയിന്റ് ഈസ് നോട്ട് അറ്റ് ദ ഒറിജിൻ, എവിടെയല്ല. ആൻഡ് ദെയർ ഫോർ വിഒനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദിസ് ഓൾസോ നോൺ ആസ് ദ ഓഫ്സെറ്റ് അല്ലെങ്കിൽ ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ലേ? നേരത്തെ പഠിച്ചില്ലേ? ഇതാണ് VO, ശരിയല്ലേ? ഇതാണ് നമ്മളുടെ V. നേരത്തെ ഫിഗർ വരച്ചില്ല, ഈ ഫിഗർ തന്നെയാണ്, സെയിം ഫിഗർ. ഓക്കെ, അപ്പോൾ VO എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ എന്ത്? ഓഫ്സെറ്റ് അല്ലെങ്കിൽ നമ്മൾ ത്രഷോൾഡ് വോൾട്ടേജ്. ദ ഡയോഡ് ബിഹേവ്സ് ലൈക്ക് ആൻ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് എപ്പോൾ ബിഹേവ് ചെയ്യും? when the applied voltage ലെസ് ദാൻ യുവർ barrier potential V0 അല്ല, ആൻഡ് ഇറ്റ് ഹാസ് എ കോൺസ്റ്റന്റ് ഇൻക്രിമെൻ്റൽ റെസിസ്റ്റൻസ് R' is equal to dV/di. ഓക്കെ, അപ്പോൾ diode behaves as an open circuit when the applied voltage is less than V0 and it has a constant incremental resistance. ഈ ഒരു incremental resistance ഉണ്ടാവും എപ്പോൾ? when your applied voltage exceeds your barrier potential അല്ലെങ്കിൽ threshold voltage. ഇതിനെക്കാട്ടും കൂടുതലാണെങ്കിൽ നിങ്ങൾ incremental resistance ഇതായിരിക്കും. ക്ലിയർ? അപ്പോൾ the equivalent circuit for a linear approximation is a constant voltage source in series with a resistor. ഒരു constant voltage source in series with a resistor ആയിരിക്കും. അതാണ് നമ്മൾ വരച്ചിരുന്ന ഫിഗർ. ഏതായിരുന്നു? ഇത്, പിന്നെ ഇവിടെ ഇത്, പിന്നെ റെസിസ്റ്റർ R'. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ട്രാൻസിസ്റ്റർ ആൻഡ് ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്. A PN junction exhibits a transition capacitive effect of several picofarads. Okay, forward biased picofarads and will be having microfarads. F ആണല്ലേ, സോറി, picofarad ആണ്. ഓക്കെ, ഫോർവേഡ് ബയസിൽ പൈക്കോഫാരഡും അറ്റ് ദ സെയിം ടൈം റിവേഴ്സ് ബയസിൽ ഓക്കെ അല്ല നേരെ തിരിച്ചു സോറി എ പി എൻ ജംഗ്ഷൻ എക്സിബിറ്റ്സ് എ ട്രാൻസിഷൻ കപ്പാസിറ്റൻസ്. ഇതിനെ CT കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസിഷൻ കപ്പാസിറ്റൻസ് എഫക്ട് ഓഫ് സെവറൽ പൈക്കോഫാരഡ്സ് ഇൻ റിവേഴ്സ് ബയാസ്. റിവേഴ്സ് ബയാസിൽ ട്രാൻസിഷൻ കപ്പാസിറ്റൻസ് ആണ് പൈക്കോഫാരഡ് ആണ്. ആൻഡ് ഹാവ് മൈക്രോഫാരഡ്സ് ഓഫ് ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് CD അറ്റ് ദ ഫോർവേഡ് ബയാസ്ഡ് സ്റ്റേറ്റ്.
ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, സിമിലർലി ദ കപ്പാസിറ്റൻസ് ഓഫ് ദ ഡയോഡ് ഇൻക്രീസസ് എക്സ്പോണൻഷ്യലി വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ ഫോർവേഡ് ബയസ്ഡ് വോൾട്ടേജ്. എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ആണ്. ഓക്കെ, പിന്നെ ഇൻ എ ഫോർവേഡ് ബയസ്ഡ് ഡയോഡ് ബോത്ത് ദ ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസും അതുപോലെ തന്നെ സി ഡിയും സി ടിയും ഒക്കെ ഉണ്ട്. പക്ഷേ ഇൻ എ ഫോർവേഡ് ബയസ്ഡ് കേസിൽ എന്താണ് കൂടുതലെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സി ഡി വിൽ ബി മച്ച് ഗ്രേറ്റർ ദാൻ യുവർ സി ടി. ഓക്കെ, സോ ഇൻ എ ഫോർവേഡ് ബയസ്ഡ് മോഡ് സി ടിനെ നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്റ്റ് ചെയ്യാം ആൻഡ് ഓൺലി സി ഡി ഈസ് കൺസിഡേർഡ്. ടിപ്പിക്കലി അതിൻ്റെ വാല്യൂ ഓഫ് സി ഡി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് 0.02 മൈക്രോ ഫാരഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ന റിവേഴ്സ് ബയാസ്ഡും ഇതുപോലെ തന്നെ സി ഡിയും സി ടിയും ഉണ്ടാവും. പക്ഷേ നമ്മൾ എന്താണ് അവസ്ഥ, സി ടി ആയിരിക്കും കൂടുതൽ, ട്രാൻസിഷൻ കപ്പാസിറ്റൻസ് ആയിരിക്കും കൂടുതൽ. ഇപ്പോൾ റിവേഴ്സ് ബയാസിൽ നമ്മൾ സി ഡി നെഗ്ലക്റ്റ് ചെയ്യും, ഓൺലി സി ടി വിൽ ബി കൺസിഡേർഡ്. സി ടീനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, പിന്നെ അറിയേണ്ട ഒരു പോയിന്റ്, എ ജംഗ്ഷൻ ഈസ് സെഡ് ടു ബി സ്റ്റെപ്പ് ഗ്രേഡഡ് ഇഫ് ദർ ഇസ് എൻ abrupt change from acceptor ion concentration on the p side to the diode ion concentration on the n side. അബ്രപ്റ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതായത് നമ്മൾ സ്റ്റെപ്പ് ഗ്രേഡഡ് എന്ന് പറയുന്നു. ഓക്കെ, സച്ച് എ ജംഗ്ഷൻ ഗെറ്റ്സ് പെട്ടെന്നുള്ള ചേഞ്ച്. ഓക്കെ, സച്ച് എ ജംഗ്ഷൻ ഗെറ്റ്സ് ഫോംഡ് ഇൻ അലോയിഡ് ജംഗ്ഷൻ ഓർ ഫ്യൂസ്ഡ് ജംഗ്ഷൻ ഡയോഡ്. ഇങ്ങനെ ജംഗ്ഷൻ ഗെറ്റ്സ് ഫോംഡ് ഇൻ അലോയിഡ് ജംഗ്ഷൻ അല്ലെങ്കിൽ ഫ്യൂസ്ഡ് ജംഗ്ഷൻ ഡയോഡ്. ഇൻ എ സ്റ്റെപ്പ്ഡ് ഗ്രേഡഡ് ജംഗ്ഷൻ the transition capacitance ഇതാണ് നോക്കേണ്ടത്. the transition capacitance CT is inversely proportional to the square root of the junction voltage VB. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോർമുല നോക്കിക്കോ, CT is equal to A into root of, ഇതാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കുക, ഇത് മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി, ND by VB into root of E into epsilon divided by 2, where ND is നിങ്ങളെന്താണ് ഡോണർ ഡെൻസിറ്റി. ND എന്ന് പറഞ്ഞാൽ ഡോണർ ഡെൻസിറ്റി, എപ്സിലോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി, E എന്ന് പറയുന്നത് ഇലക്ട്രോൺ ചാർജ്. ഓക്കെ, അപ്പോൾ ഈ എപ്സിലോൺ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഈ ഫോമുല നോട്ട് ചെയ്ത് വെക്കുക. ഏതിൻ്റെ കേസിൽ, നമ്മുടെ സ്റ്റെപ്പ് ഗ്രേഡഡ് ജംഗ്ഷനിൽ ട്രാൻസിഷൻ കപ്പാസിറ്റൻസിൻ്റെ പ്രോബ്ലത്തിൽ. ഓക്കെ, നെക്സ്റ്റ് യുവർ വി എന്ന് പറഞ്ഞാൽ VB. ഓക്കെ, VB ഈസ് ഗിവൺ ആസ് VB മൈനസ് VR. Okay, where VR is a negative number indicating the applied reverse volt bias and V0 is the contact potential. Okay, a junction is said to be linearly graded. നേരത്തെ സ്റ്റെപ്പ് ഗ്രേഡഡ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ ലീനിയർലി ഗ്രേഡഡ് ആണെങ്കിൽ ഇഫ് ദ ചാർജ് ഡെൻസിറ്റി വേരീസ് ഗ്രാജ്വലി, അതായത് നിയർലി ഗ്രാജ്വലി വിത്ത് ദ ഡിസ്റ്റൻസ് ഇൻ ദ ട്രാൻസിഷൻ റീജിയൻ. ഓക്കെ, സച്ച് എ ജംഗ്ഷൻ ഗെറ്റ്സ് ഫോംഡ് ഇൻ എ ഗ്രോത്ത് ജംഗ്ഷൻ ഡയോഡ്. ഓക്കെ, നേരത്തെ എന്ത് ജംഗ്ഷൻ ഡയോഡ്, ഇതൊക്കെ ജസ്റ്റ് പോയിന്റ്സായി പഠിച്ചു വെച്ചോട്ടോ. സ്റ്റെപ്പ് ഡയോഡ്, സ്റ്റെപ്പ് ഗ്രേഡർ ഇങ്ങനത്തെ ഒരു ജംഗ്ഷനാണ്. അലോയിഡ് ജംഗ്ഷൻ അല്ലെങ്കിൽ ഫ്യൂസ്ഡ് ജംഗ്ഷനിലാണ്. സിമിലർലി നമ്മളെ ലീനിയർലി ഗ്രേഡർ അങ്ങനെ വെച്ചാൽ ഗ്രോത്ത് ജംഗ്ഷൻ ഡയോഡിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ സച്ച് എ ജംഗ്ഷൻ CT അങ്ങനെ ഗിവൻ ചെയ്യുന്നത് CT ഈസ് ഈക്വൽ ടു എപ്സിലോൺ A ഡിവൈഡഡ് ബൈ W, ഒമേഗ അല്ല W. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി നമുക്കറിയാം, A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് യുവർ ജംഗ്ഷൻ, ജംഗ്ഷൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. W എന്ന് പറഞ്ഞാൽ ടോട്ടൽ വിഡ്ത്ത് ഓഫ് സ്പേസ് ചാർജ് ലെയർ. ഓക്കെ, സ്പേസ് ചാർജ് ലെയറിൻ്റെ ടോട്ടൽ വിഡ്ത്താണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇനി അറിയാനുള്ളതെന്ന് വെച്ചാൽ ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് എങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇതിൽ തന്നെ ലീനിയർലി ഗ്രേഡിൽ ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് എങ്ങനെയാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ആസ് CD is equal to tau into I plus I0 divided by eta VT. Okay, അതിൽ tau എന്ന് പറഞ്ഞാൽ it is nothing but your mean lifetime of charge carriers. Okay, for a forward bias exceeding a few tens of volts, V divided by eta VT is very much greater than 1 and I is very much greater than I naught. So the diffusion capacitance CD is given as tau I divided by eta VT. ഈ ഫോമുല ഓർത്താലും മതി, നിങ്ങളുടെ ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസിൻ്റെ ഈ ഫോമുല ഓർത്താലും മതി. ഓക്കെ, tau I divided by eta VT. ഓക്കെ, ഈ ഒരു ഫോമുല മാത്രം ഓർത്താൽ മതി. അപ്പോൾ ഇതിൽ നോക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ
വാട്ട് യു കോൾ, ഇത് ഏതിൽ ബയാസിലാണ് അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ വേറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനുള്ളത്. മില്ലി ആംപിയർ ആണോ അല്ലെങ്കിൽ മൈക്രോ ആംപിയർ ആണോ പൈക്കോ ഫാരഡ് ആണോ എന്നൊക്കെ നോക്കണം. സിമിലർലി ഏത് ബയാസിലാണ് ആപ്ലിക്കേഷൻ നടക്കുന്നത് നോക്കണം. ഓക്കെ, ഇതിൻ്റെ ഒരു ഗ്രാഫൊക്കെ ഉണ്ട്, ഞാനത് പിന്നെ റെപ്രസെൻറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ജസ്റ്റ് നോക്കുക. അതിൻ്റെ സി ഡിൻ്റെ ഫോമുല ഓർക്കുക, ടോ ഐ ഡിവൈഡ് ബൈ ഈറ്റ വി ടി. അതുപോലെ CT 2 നോക്കുക. ഓക്കെ, നമ്മുടെ സ്റ്റെപ്പ് ഗ്രേഡർ ആയുള്ള ഫോമുലയും നോക്കുക, സിമിലർലി ലീനിയർ ഗ്രേഡർ ആയുള്ള ഈ ഫോമുലയും നോക്കുക. ഓക്കെ, രണ്ട് ഫോമുലയാണ്. അപ്പോൾ അതൊക്കെ എടുത്തെടുത്ത് ചോദിക്കും ചിലപ്പോൾ. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻസിൽ ഇൻക്ലൂഡ് ചെയ്യും, എന്നാലും നിങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സെനർ ഡയോഡ് അല്ലേ. അപ്പോൾ സെനർ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻ്റ് ഡയോഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെനർ ഡയോഡിൻ്റെ ഡീറ്റെയിലിങ് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ പ്രോപ്പർട്ടീസിലേക്കൊന്നും കടക്കില്ല. നമ്മൾ സെനർ ഡയോഡിൻ്റെ ബേസിക് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും നമ്മൾ നെക്സ്റ്റ് ഒരു ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ സെനർ ഡയോഡിൻ്റെ ജസ്റ്റ് ഒരു ഓവറോൾ വ്യൂ ഞാൻ എന്ത് ചെയ്യാം തരാം. അതിൻ്റെ പ്രോപ്പർട്ടീസാണ് അതിൽ ഇമ്പോർട്ടൻ്റ്. അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, അതിൽ നമ്മുടെ അതിന് റെസിസ്റ്ററുകൾ ഫിക്സഡ് ആയാലും അല്ലെങ്കിൽ വേരിയബിൾ ആയാലും എന്താ സംഭവിക്കുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം സെനർ ഡയോഡിൻ്റെ ബേസിക് കാര്യങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സെനർ ഡയോഡ് ഇസ് എ PN ജംഗ്ഷൻ ഓപ്പറേറ്റർ ഇൻ ദ റിവേഴ്സ് ബയാസ്ഡ് മോഡ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ്സ് ഷാർപ്ലി ഡിഫൈൻഡ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ അവലാഞ്ച് ഓൺ ലീനിയർലി ആണ്. നമ്മൾ ആ ഡിഫറൻസ് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സെനറിന് ഷാർപ്ലി ആണെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? സെനർ ഡയോഡിൽ ഷാർപ്ലി ആണ് ബ്രേക്ക് ഡൗൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഇവിടെ എന്താണ് ഇറ്റ് വിൽ റൈസിങ് ബ്രേക്ക് ഡൗൺ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് റൈസിങ് ഗ്രാജുവലി റൈസ് മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഷാർപ്പാണെന്നും പറഞ്ഞിരുന്നു, ഓർക്കുന്നില്ലേ? അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് അഗെയിൻ എക്സ്പ്ലെയിൻഡ് ഹിയർ. It is having a sharp breakdown voltage. The direction of conduction for a Zener diode is opposite to that of the arrow in the symbol, and the Zener voltage has the polarity opposite to that of a forward biased mode. ഈ ഒരു പോയിൻ്റാണ് നമ്മൾ കാര്യമായിട്ട് നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് സെനർ ഡയോഡിൻ്റെ ഒരു സിമ്പിൾ. ഇതാണ് VI ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ജർമാനിയം അതുപോലെ തന്നെ സിലിക്കണും ഫോർവേഡ് ബയാസ്ഡ് വോൾട്ടേജ്. ഓക്കെ, ഫോർവേഡ് കറണ്ടൊക്കെ മില്ലി ആംപിയറിലാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. സിമിലർലി റിവേഴ്സ് കറണ്ടൊക്കെ മൈക്രോ ആംപിയറിലും. ഓക്കെ, ഫോർവേഡ് ബയാസ്ഡ് വോൾട്ട് റിവേഴ്സ് ബയാസ്ഡ് വോൾട്ട് ഇതാണ് നമ്മളുടെ VZ. ഇത് രണ്ടും VZ ആണ്. ഓക്കെ, ഇത് നമുക്ക് VZ ഓഫ് ജർമാനിയം എന്ന് പറയാം, ഇത് VZ ഓഫ് സിലിക്കൺ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഈ ജർമാനിയത്തിൻ്റെ തന്നെ IO ഒക്കെ എത്രയാണെന്ന് ചോദിച്ചാൽ IO ഓഫ് ജർമാനിയം ഈക്വൽ 2 മൈക്രോ ആംപിയർ. സിമിലർലി നമ്മൾ സിലിക്കൻ്റെ IO ഓഫ് സിലിക്കൺ എത്രയാണെന്ന് വെച്ചിട്ട് ഈക്വൽ 2 നാനോ ആംപിയർ ഒക്കെയാണ്. ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, ഇതൊന്നും ചിലപ്പോൾ ചോദിക്കുകയുള്ളൂ, ഉറപ്പൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സ് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ദ ബ്രേക്ക് ഡൗൺ ഓർ സെനർ വോൾട്ടേജ് VZ. ഈ VZ എന്ന് പറഞ്ഞ സാധനമില്ലേ, ഈ VZ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ VZ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഡിപ്പെൻഡ്സ് ഓൺ the VZ depends on the amount of doping. ഡോപ്പിങ്ങിൻ്റെ എമൗണ്ടിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹെവിലി ഡോപ്ഡ് ഡയോഡ് വിൽ ഹാവ് എന്താ ഉണ്ടാവുക, വെരി തിൻ ഡിപ്ലീഷൻ റീജിയൻ. സോ സെനർ വോൾട്ടേജ് വിൽ ബി ലോ. ഓക്കെ, ഹെവിലി ഡോപ്ഡ് ഡയോഡിന് വെരി ലോ അല്ലെങ്കിൽ വെരി തിൻ ഡിപ്ലീഷൻ ലെയറിലായിരിക്കും. അപ്പോൾ നമ്മുടെ സെനർ വോൾട്ടേജ് എന്തായിരിക്കും, കുറവായിരിക്കും. ക്ലിയർ? ബൈ കൺട്രോളിങ് ദ തിക്നെസ് ഓഫ് യുവർ ഡിപ്ലീഷൻ ലെയർ ആൻഡ് യുവർ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ, ഇറ്റ് ഈസ് പോസിബിൾ ടു മേക്ക് ദ സെനർ ഡയോഡ് ടു ബ്രേക്ക് ഡൗൺ അറ്റ് എ സ്പെസിഫൈഡ് വോൾട്ടേജ് കോൾഡ് സെനർ വോൾട്ടേജ്. ആ സ്ഥലത്താണ് ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്യുന്നത്. അതാണ് VZ എന്ന് കാണിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ റേഞ്ചൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ 2.4 വോൾട്ട് ടു 200 വോൾട്ട് ഒക്കെയാണ് കാണാറ് സെനർ വോൾട്ടേജിൻ്റെ റേഞ്ച്. ഓക്കെ, അപ്പോൾ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഏതുപോലെ തന്നെയാണ് നമ്മളെ PN ജംഗ്ഷൻ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പോലെ തന്നെയാണ് ഏകദേശം അല്ലേ, ലുക്ക് ലൈക്ക് സിമിലർ അല്ലേ. നെക്സ്റ്റ്, ഡ്യൂറിങ് ദ ഓപ്പറേഷൻ ദ ബ്രേക്ക് ഡൗൺ റീജൻ ഇറ്റ് ഡസ് നോട്ട് ബേൺ ഇമ്മീഡിയറ്റ് ആയിട്ട് ബേണും ചെയ്യില്ല. ഓക്കെ, ആസ് ലോങ് ആസ് ദ കറണ്ട് ത്രൂ ദ ഡയോഡ് ഈസ് ലിമിറ്റഡ് ബൈ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്. ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടൊക്കെ വെക്കും. ഓക്കെ, അപ്പോൾ ആസ് ലോങ് ആസ് ദ കറണ്ട് ത്രൂ ദ ഡയോഡ് ഈസ് ലിമിറ്റഡ് ബൈ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് വിത്ത് പെർമിസിബിൾ വാല്യൂ ഇറ്റ് ഡസ് നോട്ട് ബേൺ ഔട്ട്. അങ്ങനെ എന്ത് ചെയ്യില്ല, അത് ബേൺ ഔട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ദ സെനർ ഡയോഡ് VZ ഈസ് സ്പെസിഫൈഡ് അറ്റ് സം ടെസ്റ്റ് വാല്യൂ ഓഫ് കറണ്ട്. ഓക്കെ, ഒരു ടെസ്റ്റ് വാല്യൂ ഓഫ് കറണ്ട്, അതാണ് ISZT എന്ന് പറഞ്ഞിരിക്കുന്നത്. ടെസ്റ്റ് വാല്യൂ ഓഫ് കറണ്ടിനെ അറ്റ് വിച്ച് ദ ഡയോഡ് വിൽ എക്സിബിറ്റ് സം ഡൈനാമിക് ഇമ്പിഡൻസ്. ആ ഇമ്പിഡൻസ് ആണ് ZZ.
okay, known as your Zener impedance. ഈ ZZ എന്ന് പറയുന്നത് Zener impedance എന്ന് പറയാം. That is given by ZZ equal to delta VZ divided by delta IZ. Clear? ഈ ഡെൽറ്റ VZ ഉം ഡെൽറ്റ IZ എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ വേരിയേഷൻസ് ഇൻ യുവർ വോൾട്ടേജ് ആൻഡ് ഇൻ യുവർ കറണ്ട് ആണ്. ഓക്കെ, വളരെ സ്മോൾ വേരിയേഷൻസ് ഇൻ യുവർ വോൾട്ടേജ് ആൻഡ് സ്മോൾ വേരിയേഷൻസ് ഇൻ കറണ്ട്. The Zener diodes have a temperature coefficient which is negative temperature coefficient എന്ന് പറഞ്ഞു അല്ലേ. ഫോർ VZ എത്ര വോൾട്ട് ആയിരിക്കണം? ബിലോ 5 വോൾട്ട് ബട്ട് പോസിറ്റീവ് അബോവ് 6 വോൾട്ട്. 6 വോൾട്ടിനെ കാട്ടി കൂടിയാൽ എന്താവും? പോസിറ്റീവ് ആവും അല്ലേ. ആൻഡ് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ് ഓഫ് VZ per degree Celsius with the change in Zener voltage. ഓക്കെ, ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഡിഫൈൻ ചെയ്ത് ആൽഫ ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഉണ്ടാവുക. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡെൽറ്റ VZ ഡിവൈഡഡ് ബൈ VZ ഇൻറ്റു T മൈനസ് T0 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഡെൽറ്റ VZ ഡിവൈഡഡ് ബൈ VZ ഇൻറ്റു T മൈനസ് T0 ഇൻറ്റു 100. ഓക്കെ, നമ്മൾ സാധാരണ റെഫറൻസ് എടുക്കുമ്പോൾ നമ്മളെ സെനർ വോൾട്ടേജസ് ഒക്കെ ഏതിൽ അവൈലബിൾ ആണെന്ന് ചോദിച്ചാൽ യുവർ ആൽഫ സെഡ് വളരെ കുറവായിരിക്കും. ഇറ്റ് വിൽ ബി ലോ ആസ് ഒരു 0.0005% പെർ ഡിഗ്രി സെൽഷ്യസ്. ഈ ഒരു റേഞ്ചിലൊക്കെയാണ് കാണാറ്. ഓക്കെ, പിന്നെ സെനർ ഡയോഡിൻ്റെ അടുത്തൊരു പ്രത്യേകതകളാണ്. സെനർ ഡയോഡ് മേ ബി യൂസ്ഡ് ടു റെഗുലേറ്റ് ദ ലോഡ് വോൾട്ടേജ് അറ്റ് ദ വാല്യൂ VZ. ലോഡ് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ VZ ബൈ ആക്ടിങ് ആസ് എ ബൈപ്പാസ് വാല്യൂ ടു കൗണ്ടറാക്ട് ലൈൻ വോൾട്ടേജ് ഓർ ലോഡ് കറണ്ട് വേരിയേഷൻസ്. ഇതിനെ ബൈപ്പാസ് ചെയ്ത് ചെയ്യാനുള്ള റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് സെനർ ഡയോഡിനുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് വൈ സെനർ ഡയോഡ്സ് ആർ ഓൾസോ യൂസ്ഫുൾ ഇൻ വോൾട്ടേജ് റെഫറൻസ് സർക്യൂട്ട്സിലും ഇതെന്താണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയോഡാണ്. ഓക്കെ, സെനർ ഡയോഡിൻ്റെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പ്രോപ്പർട്ടികളുണ്ട്. അപ്പോൾ വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ്, അതുപോലെ ടെമ്പറേച്ചർ എഫക്ട്സ്, വോൾട്ടേജ് സെനർ ഡയോഡിൻ്റെ ഓരോ സമയത്തുമുള്ള ചേഞ്ചസ്, അതായത് നമ്മൾ R വേരിയബിൾ ആക്കുമ്പോൾ VZ ഫിക്സഡ് ആക്കുമ്പോൾ അതിൻ്റെ കുറച്ച് ഇക്വേഷൻസ്, അതിൻ്റെ 2-3 പ്രോബ്ലംസ്. ഓക്കെ, സെനർ ഡയോഡിൻ്റെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യും, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ആ സെനർ ഡയോഡിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും അതിൻ്റെ ടെമ്പറേച്ചർ എഫക്ട്സ് അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ വി വിൽ സീ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.